മഹിമ നിരപരാധിയാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. എന്റെ അച്ഛന്റെ കൊലയാളിയെ കണ്ടുപിടിക്കാൻ മഞ്ജുവിനെ കഴിയൂ. നീ പോയിട്ടോ. ഇനി ഗിരിയേട്ടന്റെ എന്റെ ഇടയിൽ ഒരു കട്ടുറുമ്പായി മഞ്ജു ഉണ്ടാവില്ല. എന്താ? ഒന്നുമില്ല. ഞാൻ എന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നല്ലേ നീ പറഞ്ഞത്? ഞാൻ എന്റെ യൂണിഫോം വീണ്ടും ഇട്ട് കഴിഞ്ഞു. ഞാൻ ഡ്യൂട്ടിക്ക് തിരിച്ചു കയറുന്നത് ഒരേ ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ചിട്ടാ. നീയല്ല പീതാംബരനെ കൊന്നത് എന്ന് തെളിയിക്കാം. അങ്ങനെ എന്നെ രക്ഷിക്കാൻ വേണ്ടി മാത്രം ചേച്ചി യൂണിഫോം ഇടരുത്. പോലീസ് ജോലി ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ചെയ്യാനുള്ളതാ. അങ്ങനെയല്ലേ അച്ഛൻ പറയാറുള്ളത്? ജനങ്ങളെ സേവിക്കാൻ കഴിവുള്ളവർ ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് പേരുണ്ട്. പക്ഷേ എന്റെ കുടുംബത്തിന്റെ കാര്യം നോക്കാൻ ഞാൻ മാത്രമേ കാണൂ. അതുകൊണ്ട് ഈ കേസിൽ മാത്രമായിരിക്കും എന്റെ ശ്രദ്ധ. അത് തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ രാജിവെക്കുകയും ചെയ്യും. അതുകൊണ്ട് നാടിനൊരു നഷ്ടം ഉണ്ടാവാൻ പോകുന്നില്ല. നീ തന്നെയല്ലേ പറഞ്ഞത് ഞാനൊരു നല്ല പോലീസുകാരി അല്ലാന്ന്? ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, ഇനി എന്റെ ലക്ഷ്യം ഒരു നല്ല ചേച്ചിയാവുക എന്നത് മാത്രം. ആ നിലയ്ക്ക് നിന്നോടുള്ള ഉത്തരവാദിത്വം ഞാൻ എന്തായാലും നിറവേറ്റും. എനിക്ക് നിന്നോടൊരു കാര്യമേ ആവശ്യപ്പെടാനുള്ളൂ. ഞാൻ ഈ കേസ് തെളിയിക്കുന്നത് വരെ നീ അബദ്ധമൊന്നും കാണിക്കരുത്. അക്കമ്മയുടെ പിന്തുണയുണ്ടെന്ന് കരുതി എന്തോ ആകാന്നും വിചാരിക്കരുത്. അക്ഷര എന്നെ സഹായിച്ചതുകൊണ്ടാ എനിക്ക് ജയിലിനകത്ത് നിലനിൽക്കാൻ കഴിയുന്നത്. ഞാനിവിടെ വന്ന സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചെന്ന് ചേച്ചിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപകടത്തിൽ പെട്ടുകിടക്കുമ്പോ സഹായിക്കുന്നവരെ തള്ളി പറയുന്ന ശീലം എനിക്കില്ല. മോളെ, നിന്നോട് അക്കമ്മയെ എതിർക്കാനോ അവരെക്കുറിച്ച് മോശം പറയാനോ അല്ല ഞാൻ ആവശ്യപ്പെട്ടത്. ഇനി ഒരിക്കലും നീ ജയിലിൽ ചാടരുത്. അതുപോലെ ജയിലിനകത്താണെങ്കിലും നിയമം തെറ്റിച്ചൊന്നും ചെയ്യരുത്. നീ നിരപരാധിയാണെന്ന് ഇപ്പൊ ഐശ്വര്യ മാഡവും വിശ്വസിക്കുന്നുണ്ട്. വീണ്ടും നിയമം തെറ്റിച്ച് നീ അവരുടെ കണ്ണിലെ കരടാവരുത്. അറിഞ്ഞോ അറിയാതെയോ ഞാൻ കാരണമാണ് നീ ജയിലിലെത്തിയത്. പക്ഷേ നിന്നെ ഇവിടുന്ന് പുറത്തിറക്കാൻ എനിക്ക് കഴിയും.